അപ്പോൾ പൈനാപ്പിളും കൂടി നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ പൈനാപ്പിളും മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതും കൂടി അരച്ചിട്ട് വരാം. അപ്പോൾ പൈനാപ്പിൾ നന്നായിട്ട് അരച്ചെടുത്തു, നല്ല പേസ്റ്റായിട്ടുണ്ട്. അപ്പോൾ പൈനാപ്പിൾ വിസിലൊക്കെ പോയി നമ്മുടെ കുക്കറിൽ നല്ലോണം വെന്തിട്ടുണ്ട്. നോക്കൂ, നല്ലോണം വെന്തിട്ടുണ്ട്. സ്റ്റൗ മീഡിയത്തിൽ വെച്ചിട്ട് ഒരു 3 വിസിലാണ് ഞാൻ കൊടുത്തത്. ഒരു കയ്യിൽ വെച്ചിട്ട് നമുക്ക് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കാം, എന്നാൽ നമ്മുടെ പൈനാപ്പിൾ പച്ചടി നല്ലോണം ഒന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടി നല്ലോണം കഷ്ണങ്ങൾ ഉടച്ചു കൊടുക്കാം. നല്ലോണം ഉടച്ചു കൊടുത്തു. ഇനി അതിലേക്ക് നമ്മൾ അരച്ച് വെച്ച പൈനാപ്പിളും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ പൈനാപ്പിൾ പേസ്റ്റാക്കിയതും നമ്മൾ കുക്കറിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ചേർക്കാനുള്ളത് ശർക്കരയാണ് കേട്ടോ. അപ്പോൾ ശർക്കരയുടെ വലിയൊരു അച്ചുണ്ടെങ്കിൽ അത് ഇട്ടോളൂ. ഞാനിവിടെ ഒരു ഉണ്ട ശർക്കരയായിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു കഷ്ണം പൊട്ടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഈ ശർക്കരയാണ്, ഈ കഷ്ണം ശർക്കരയാണ് ഞാൻ ചേർക്കണത് കേട്ടോ.